ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഈ ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലോക്സഭയിലെ ഏത് എംപിനെ ഏത് സമയം വേണമെങ്കിലും ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വരെ അധികാരമുള്ള ഒരു വ്യക്തിയാണ് ലോക്സഭാ സ്പീക്കർ. ഈവൻ സുപ്രീം കോടതി ജഡ്ജിന് പോലും ഇദ്ദേഹത്തിന്റെ ആ ഒരു പവറിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത അതിനെക്കാട്ടിലും പവറാണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതായത് ഒരു ലോക്സഭാ സ്പീക്കറിന് എന്തെല്ലാം പവറാണ് ഉള്ളത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ലോക്സഭാ സ്പീക്കർ അവരുടെ ഭാഗത്ത് നിന്ന് ആകണം എന്ന് ആഗ്രഹിക്കുന്നത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ലോക്സഭാ സ്പീക്കറിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാർലമെന്റിൽ മൊത്തം 2 ഹൗസസ് ആണ് ഉള്ളത്. ഒന്ന് ലോക്സഭ, ഒന്ന് രാജ്യസഭ, അതായത് ലോവർ ഹൗസും അപ്പർ ഹൗസും. അപ്പോൾ ഈ ലോക്സഭയിലോട്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുത്ത് ഏകദേശം 543 എംപികളെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത് വിടുന്നത്. അപ്പോൾ ഈ 543 എംപിയിൽ 272 എംപി ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിയായിരിക്കും ഭരണം രൂപീകരിക്കുക. ആ പാർട്ടിയിൽ നിന്ന് തന്നെയായിരിക്കും ലോക്സഭാ സ്പീക്കറിനെയും തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടിയിൽ ജയിച്ച് ഏതെങ്കിലും ഒരു MLA-നെ ഇവർ ലോക്സഭാ സ്പീക്കറായിട്ട് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് അവർ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ലോക്സഭാ സ്പീക്കറിന് ഇതുവരെയും ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള അതായത് ഏത് പാർട്ടിയാണോ ജയിക്കുന്നത് അവരൊരാൾ ഡിക്ലെയർ ചെയ്യും. അവർ തന്നെയായിരിക്കും ലോക്സഭാ സ്പീക്കറായിട്ട് പിന്നീട് 5 വർഷം തുടരുക. പക്ഷേ ഇത്തവണ ആദ്യമായിട്ട് ഒരു ലോക്സഭാ സ്പീക്കറിന് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. കാരണം അതായത് പ്രതിപക്ഷത്തുള്ള ആൾക്കാരും കൂടെ ആ ലോക്സഭാ സ്പീക്കറിനെ കാൻഡിഡേറ്റായി നിർത്തി. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടാകുമ്പോഴുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ആർക്കാണോ മെജോറിറ്റി കിട്ടുന്ന അവർ തന്നെയായിരിക്കും സ്പീക്കറായി ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അതായത് ഭരണം രൂപീകരിക്കണമെങ്കിൽ അവർക്ക് മെജോറിറ്റി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ നിർത്തുന്ന കാൻഡിഡേറ്റിനെ ആയിരിക്കും എന്തായാലും സ്പീക്കറായി തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിന് അതായത് സ്പീക്കർ ഇലക്ഷനൊന്നും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള മീഡിയാസ് എല്ലാം തന്നെ അതിന് ചർച്ചാ വിഷയമായി മാറ്റി. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ എന്താണ് സ്പീക്കറിന് യഥാർത്ഥമായിട്ടും പവർ ഉള്ളത്, എന്തിനാണ് സ്പീക്കറിനെ തെരഞ്ഞെടുക്കുന്നതിന് പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്പീക്കറിനെ മെയിൻ ആയിട്ടും തെരഞ്ഞെടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് പാർലമെന്ററി സെക്ഷൻ നടക്കുമ്പോൾ അത് മര്യാദയ്ക്ക് അതായത് പാർലമെന്റിന്റെ റൂൾസും നോംസും പ്രകാരം അത് മര്യാദയ്ക്ക് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രധാന ജോലിയാണ് സ്പീക്കറിന്റെ കയ്യിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾ പലതും പറയും, അതുപോലെ തന്നെ ഭരണപക്ഷ പാർട്ടികൾ അതായത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഓരോ ആൾക്കാർക്കും അതായത് ഓരോ MLA-ക്കും ഇത്ര എമൗണ്ട് ഓഫ് ടൈം എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത് ഇതേ സ്പീക്കർ തന്നെയാണ്. അതായത് പ്രതിപക്ഷത്തുള്ള ആൾക്കാർക്ക് കുറച്ച് സമയം കുറച്ചും അതുപോലെ തന്നെ ഭരണപക്ഷത്തുള്ള ആൾക്കാർക്ക് കുറച്ച് സമയം കൂട്ടിയും ഇങ്ങനെ കുറെ നോംസ് പ്രകാരം അത് മര്യാദയ്ക്ക് കണ്ടക്ട് ചെയ്യാനുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി ഈ സ്പീക്കറിനുള്ളത്. ഇതുകൂടാതെ സ്പീക്കറിന് മറ്റൊരു പണി എന്താണെന്ന് വെച്ചാൽ അതായത് പാർലമെന്റിന്റെ നോംസ് പ്രകാരം അതായത് ഇപ്പോൾ പാർലമെന്റിൽ പലതരത്തിലുള്ള ചർച്ച നടക്കും. അപ്പോൾ ചില ചർച്ചയിൽ അതായത് നമ്മളെല്ലാം യൂട്യൂബിലെല്ലാം കാണുമ്പോൾ എല്ലാ ചർച്ചയും വളരെ ഡീസൻ്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷേ ഈ യൂട്യൂബിലെല്ലാം തന്നെ എഡിറ്റഡ് വീഡിയോസ് ആയിരിക്കും മാക്സിമം വരിക. അതായത് ലൈവ് സെക്ഷനിലുണ്ടെങ്കിലും പല വീഡിയോസും എഡിറ്റഡ് ആയിരിക്കും പുറത്തു വരുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് പല അൺപാർലമെന്ററി വേർഡ്സും പാർലമെന്റിൽ ഉപയോഗിക്കാൻ സാധ്യതകളുണ്ട്, അതായത് തെറി തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം തന്നെ മാക്സിമം കട്ട് ചെയ്തിട്ടായിരിക്കും അത് പുറത്തോട്ട് പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ പാർലമെന്റിൽ എന്തെങ്കിലും അതായത് അവോയ്ഡ് ചെയ്യേണ്ട വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും അത് പുറത്തു വിടുക. ഇപ്പോൾ റീസെന്റ് ആയിട്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു ചർച്ചാ വിഷയത്തിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു, അത് ഹിന്ദുക്കളുടെ വയലൻസ് എന്ന് പറഞ്ഞ ആ ഒരു വിഷയം. അപ്പോൾ അതെല്ലാം തന്നെ പിന്നീട് ആദ്യം പബ്ലിഷ് ചെയ്തെങ്കിലും വീണ്ടും അത് എഡിറ്റ് ചെയ്തിട്ടായിരിക്കും വീണ്ടും അത് റീപബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ റൂൾസ് എല്ലാം തന്നെ ഈ സ്പീക്കർ ആയിരിക്കും റെഗുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതുകൂടാതെ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ട് ഏതെങ്കിലും MPകൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഡിസ്മിസ് ചെയ്യാനുള്ള അതായത് സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ ഉള്ള പവർ ഇതേ സ്പീക്കറിനുണ്ട്. ഈവൻ അതായത് സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ മറ്റു കോർട്ടിനൊന്നും തന്നെ ഇതിൽ തലയിടാനുള്ള അധികാരവുമില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 93 പ്രകാരമാണ് ഈ സ്പീക്കറിന് ഇത്തരത്തിലുള്ള റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും MLA അതായത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് അതായത് അഴിമതി കാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഫ്രോഡ് കാണിച്ച് ജയിച്ചു വന്നാണെങ്കിൽ അവരെയും ഡിസ്മിസ് ചെയ്യാനുള്ള പവറും ഇതേ സ്പീക്കറിന്റെ കൈവശം തന്നെ ഉണ്ട്. ആരുടെ അടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതുകൂടാതെ പ്രധാനമന്ത്രിയെ തന്നെ അതായത് ഇദ്ദേഹത്തെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് ആ പ്രധാനമന്ത്രിയെ തന്നെ ഡിസ്മിസ് ചെയ്യാനുള്ള പവറും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഈ പ്രതിപക്ഷത്തുള്ള ആൾക്കാരെല്ലാം തന്നെ വിശ്വാസ പ്രണയം കൊണ്ടുവരുമ്പോൾ അതിനെ അപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അതിൽ വോട്ടെടുപ്പ് നടത്തുന്നതും ഇതേ സ്പീക്കർ തന്നെയായിരിക്കും. അപ്പോൾ അതിലെ അതായത് നോൺ കോൺഫിഡൻസ് മോഷൻ വരുമ്പോൾ അതായത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വിജയിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഈ പ്രൈം മിനിസ്റ്ററിനെ അതായത് എടുത്തു
കളയേണ്ടതും ഇതേ സ്പീക്കർ തന്നെയായിരിക്കും. അതുകൂടാതെ സ്പീക്കറിന്റെ പിന്നെയുള്ള ഏറ്റവും വലിയ ചുമതല എന്താണെന്ന് വെച്ചാൽ അതായത് ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരിക, അതായത് ഇപ്പോൾ CAA അല്ലെങ്കിൽ സിവിൽ കോഡ് ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ആ നിയമം പാസ്സാവുക എന്ന് വെക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ആ നിയമം പാസ്സാവില്ല, അതായത് പാസ്സാക്കാൻ 271 വോട്ടും അതുപോലെ തന്നെ അത് പാസ്സാക്കരുത് എന്ന് പറഞ്ഞ് 271 വോട്ടുമാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വോട്ട് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് സ്പീക്കറിന്റെ വോട്ട്. അപ്പോൾ സ്പീക്കർ അതായത് ഇതിനെ അനുകൂലിച്ചും വോട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ എതിർത്തും വോട്ട് ചെയ്യാം. അപ്പോൾ സ്പീക്കറിന്റെ വോട്ടും ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്പീക്കറും ഒരു MP ആണ്. അപ്പോൾ MP ക്ക് കിട്ടുന്ന എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അതെല്ലാം തന്നെ ഇതേ സ്പീക്കറിനും കിട്ടുന്നതാണ്. ഇതുകൂടാതെ പാർലമെന്റിൽ നിന്ന് അതായത് ചില സെക്ഷനെല്ലാം തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഇന്ത്യൻ പാർലമെന്റിലെല്ലാം തന്നെ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഇവർ പുറത്തോട്ട് പോകുമ്പോൾ അതായത് ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും ആ ഒരു സെക്ഷൻ മൊത്തം അവിടെ സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യാനും ഉള്ള അധികാരം ഈ സ്പീക്കറിന്റെ അടുത്തായിരിക്കും. അപ്പോൾ സ്പീക്കർ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ സ്പീക്കർ അത് സ്റ്റോപ്പ് ചെയ്ത് അത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കാറും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറെ സെറ്റ് ഓഫ് റൂൾസ് ഈ സ്പീക്കറിന് ഉണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും അതായത് ഇപ്പോൾ ഹോഴ്സ് റൈഡിംഗ് എല്ലാം നടക്കുമ്പോൾ ചില പാർട്ടിയിൽ നിന്ന് ചില MPs എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുമ്പോഴും ആ ഒരു കേസിലും അതായത് ഇതേ സ്പീക്കറിന് വേണമെങ്കിൽ അവരുടെ പൊസിഷൻ എടുത്തു കളയാനുള്ള അധികാരം തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതായത് ഒരു MP പാർലമെന്റിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ ക്വാളിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം ഇതേ സ്പീക്കറിന്റെ കയ്യിലുള്ളതുകൊണ്ടാണ് എല്ലാ പാർട്ടികളും അവരുടെ ഭാഗത്ത് ഈ സ്പീക്കർ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. മോസ്റ്റ്ലി അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു വട്ടം പോലും പ്രതിപക്ഷത്ത് നിന്ന് ഒരു സ്പീക്കർ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി കാരണം. അപ്പോൾ ഇത്തവണയാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായത്. പക്ഷെ അതിലും തോൽക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന ഒരു സ്പീക്കറും കൂടെ ഇതേ പാർലമെന്റിൽ ഉണ്ടാവും. അത് പ്രതിപക്ഷത്തിനാണ് കൊടുക്കാറുള്ളത് പൊതുവെ. പക്ഷേ അതായത് പ്രതിപക്ഷത്തിന് ഇനഫ് അതായത് ഇപ്പോൾ 240 സീറ്റ് BJP ഉണ്ട്. അതിന്റെ പകുതി പോലും ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രതിപക്ഷത്തിന് കിട്ടിയില്ല, അതായത് സിംഗിൾ മെജോറിറ്റി പാർട്ടിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കാനും ഉള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഉദാഹരണത്തിന് കഴിഞ്ഞ 10 വർഷം ഇന്ത്യയിൽ അതായത് പ്രതിപക്ഷ നേതാവ് തന്നെ ഇല്ലായിരുന്നു. ഇത് എത്ര പേർക്ക് അറിയാമോ? കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം കാണിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതായത് സ്പീക്കറിന്റെ പദവിയിൽ അതായത് സുപ്രീം കോടതി പോലും ഇടപെടരുത് എന്ന് പറയുന്നത് ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റ് ബോക്സിൽ